40ലും നിങ്ങൾ എല്ലാ ദിവസവും സ്കിൻ കെയർ ചെയ്യുന്നുണ്ടോ? എന്നിട്ടും മുഖത്തെ കറുത്ത പാടുകളും ചുളിവുകളും കൂടുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ സ്കിൻ കെയർ റുട്ടീനിലുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് സൺസ്ക്രീൻ ശരിയായി ഉപയോഗിക്കാത്തതാണ്. കാരണം തെറ്റായി ഉപയോഗിച്ചാൽ SPF 50 ആയാലും പ്രയോജനമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 40ന് ശേഷം നിങ്ങൾ എങ്ങനെയാണ് ഒരു സൺസ്ക്രീൻ തിരഞ്ഞെടുക്കേണ്ടതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. സൺസ്ക്രീൻ പുറത്തു പോകുമ്പോൾ മാത്രം ഇടാനുള്ള ഒന്നല്ല, അത് വീട്ടിൽ നിൽക്കുമ്പോഴും നമ്മൾ ഉപയോഗിച്ചിരിക്കണം. രാവിലെ മുഖം കഴുകി മോയ്സ്ചറൈസർ ഇട്ട ശേഷം സൺസ്ക്രീൻ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യണം. പുറത്തു പോകുന്നതിന് കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് മുമ്പ് ഇടുന്നത് ഏറ്റവും നല്ലതാണ്. മുഖത്തിനും കഴുത്തിനും ചേർത്ത് 2 വിരൽ നീളത്തിൽ എടുക്കുന്നതാണ് ശരിയായിട്ടുള്ള അളവ്. പലരും അല്പം മാത്രമാണ് ഇടാറുള്ളത്. പക്ഷേ അങ്ങനെ ചെയ്താൽ SPF 50 ആയാലും ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല. ഇനി മറ്റൊരു കാര്യം, സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ SPF ഉണ്ടോ എന്ന് മാത്രമല്ല നോക്കേണ്ടത്, അതിൽ ബ്രോഡ് സ്പെക്ട്രം ഉണ്ടോ എന്നത് കൂടി ഉറപ്പാക്കണം. കാരണം ഇത് UVAയും UVBയും എന്ന 2 തരത്തിലുള്ള ഹാർംഫുൾ റേസിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. UVB റേസ് ടാനിങ്, സൺബേൺ എന്നിവയ്ക്ക് കാരണമാവുമ്പോൾ UVA റേസ് സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കൊളാജൻ ഡാമേജ് ചെയ്ത് പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പ്രിമച്വർ ഏജിങ് എന്നിവ വേഗത്തിൽ ഉണ്ടാക്കും. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ സ്കിൻ നാച്ചുറലായി കൂടുതൽ ഡെലിക്കേറ്റ് ആകുന്നതിനാൽ ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനാൽ SPF 30 അല്ലെങ്കിൽ 50 മാത്രം നോക്കാതെ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഉറപ്പാക്കി വാങ്ങുക. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. UVA എന്നുള്ളത് അതിലെ A ഫോർ ഏജിങ്, UVB എന്നുള്ളതിൽ B ഫോർ ബേണിംഗ് ആണ്. അതോടൊപ്പം സൺസ്ക്രീനിൽ കാണുന്ന PA+ സൈനും വളരെ പ്രാധാന്യമുണ്ട്. PA എന്നത് പ്രൊട്ടക്ഷൻ ഗ്രേഡ് ഓഫ് UVA എന്നാണ്. അതായത് UVA റേസിൽ നിന്ന് എത്രത്തോളം പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്ന് കാണിക്കുന്നതാണ് ഇത്. അപ്പോൾ പ്ലസ് സൈൻസ് കൂടുതലായാൽ പ്രൊട്ടക്ഷൻ കൂടുതലാണ് എന്നതാണ് അർത്ഥം. PA+ എന്നാണ് കാണുന്നതെങ്കിൽ അത് വളരെ കുറവായിരിക്കും. PA++ ആണെങ്കിൽ മോഡറേറ്റ് ആയിരിക്കും. PA+++ ആണെങ്കിൽ ഹൈ ആണ്. PA++++ ആണെങ്കിൽ ഏറ്റവും മികച്ച പ്രൊട്ടക്ഷൻ എന്നതാണ് അർത്ഥം. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ, ടാനിങ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എന്നിവ വേഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുറഞ്ഞത് PA+++ അല്ലെങ്കിൽ PA++++ ഉള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ SPF 30 അല്ലെങ്കിൽ 50 മാത്രമല്ല, ബ്രോഡ് സ്പെക്ട്രവും PA+ സൈനും നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇനി ഒരു ഷോപ്പിൽ പോയി സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ഈ PA+ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതിലൊരു വ്യക്തത ഉണ്ടായില്ലേ? ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, സൺസ്ക്രീൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ശരിയായ അളവിൽ ഉപയോഗിക്കണം. പലരും കുറച്ച് മാത്രം ഇട്ടിട്ട് SPF ആണല്ലോ എന്ന് കരുതും. പക്ഷേ അങ്ങനെ ചെയ്താൽ ഫുൾ പ്രൊട്ടക്ഷൻ ഒരിക്കലും കിട്ടുകയില്ല. മുഖത്തിനും കഴുത്തിനും ചേർത്ത് 2 ഫിംഗർ റൂൾ അനുസരിച്ച് 2 വിരൽ നീളത്തിൽ വേണം സൺസ്ക്രീൻ എടുക്കേണ്ടത്. മുഖം, കഴുത്ത്, ചെവിയുടെ ചുറ്റും, കൈകളിലും മറക്കാതെ അപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ നെക്ക് ഏരിയയിൽ പിഗ്മെൻറ്റേഷൻ, റിങ്കിൾസ് വേഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ കഴുത്തിലും അപ്ലൈ ചെയ്തിരിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും ഒരേ ടൈപ്പിലുള്ള സൺസ്ക്രീൻ സ്യൂട്ട് ആവണമെന്നില്ല. നിങ്ങളുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ മോയ്സ്ചറൈസിങ് ഇൻഗ്രീഡിയൻസ് ഉള്ള ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ വേണം തിരഞ്ഞെടുക്കേണ്ടത്. ഇത് മുഖം കൂടുതൽ സോഫ്റ്റായും ഹൈഡ്രേറ്റഡ് ആയി നിലനിർത്താൻ സഹായിക്കും. ഇനി നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആണ്, ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിൽ ഹെവി ക്രീം ടെക്സ്ചർ ഒഴിവാക്കി ജെൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള നോൺ കൊമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻ വേണം തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇത് പോർസ് ക്ലോഗ് ചെയ്യാതെ സ്കിൻ ഗ്രീസി ആകാതിരിക്കാൻ സഹായിക്കും. ഇനി നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള മിനറൽ സൺസ്ക്രീൻ പോലുള്ള സിങ്ക് ഓക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഡിയോക്സൈഡ് ഉള്ള പ്രൊഡക്ട്സ് കൂടുതൽ സേഫ് ആയിരിക്കും. ഇനി കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ ലൈറ്റ് ലോഷൻ അല്ലെങ്കിൽ ജെൽ ക്രീം ടെക്സ്ചർ ഉള്ള സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാം.
അതുകൊണ്ട് SPF മാത്രം നോക്കാതെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുയോജ്യമാണോ എന്ന് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. അത് സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, അത് നിങ്ങൾ ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ഇതും നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് പലരും ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ ഒരിക്കൽ സൺസ്ക്രീൻ ഇട്ടാൽ ദിവസം മുഴുവൻ അത് മതി എന്ന് കരുതുന്നത്. യഥാർത്ഥത്തിൽ സൺസ്ക്രീൻ 2 മുതൽ 3 മണിക്കൂറിന് ഒരിക്കൽ റീഅപ്ലൈ ചെയ്യണം. പ്രത്യേകിച്ച് നിങ്ങൾ പുറത്താണെങ്കിൽ, വിയർത്തൊലിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൺ എക്സ്പോഷർ കൂടുതലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും റീഅപ്ലൈ ചെയ്തിരിക്കണം. കാരണം സമയം കടന്നു പോകുമ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷൻ പവർ കുറയാൻ തുടങ്ങും. ഇനി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ സ്റ്റിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പൗഡർ സൺസ്ക്രീൻ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ സ്പ്രേ ഫോമിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ റീഅപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ, ടാനിങ്, റിങ്കിൾസ് എന്നിവ വേഗം വരാതിരിക്കാനായിട്ട് റീഅപ്ലൈ ചെയ്യുന്നത് ആദ്യമായി ഇടുന്നത് പോലെ തന്നെ വളരെ പ്രധാനമാണ്. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും വിശ്വാസമുള്ള നല്ല ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നല്ല ബ്രാൻഡ്സ് സാധാരണയായി ക്ലിനിക്കലി ടെസ്റ്റഡ് ആയ ഫോട്ടോ സ്റ്റേബിൾ UV ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻസ് ആണ് നൽകുന്നത്. അതുകൊണ്ട് SPFും PA റേറ്റിംഗും ലേബലിൽ കാണുന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ ചീപ്പായതോ അൺനോൺ ബ്രാൻഡ് ആയതോ ആയ പ്രോഡക്ട്സ് ചിലപ്പോൾ സ്വെറ്റ് ആയാൽ പെട്ടെന്ന് മാറിപ്പോകാം, വൈറ്റ് കാസ്റ്റ് കൂടുതലാകാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ മതിയായിരിക്കണമെന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ 40 വയസ്സിന് ശേഷം സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ സമയത്ത് നിങ്ങളുടെ സ്കിൻ വളരെയധികം തിന്നാവും, നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ എല്ലായ്പ്പോഴും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടും ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനാൽ 40 കഴിഞ്ഞാൽ സ്കിന്നിനെ യൂത്ത്ഫുള്ളായും ഹെൽത്തിയായും നിലനിർത്താൻ എക്സ്പെൻസീവ് ക്രീം മാത്രം മതിയാകില്ല, ശരിയായിട്ടുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് സ്റ്റെപ്പ്. അപ്പോൾ SPF, ബ്രോഡ് സ്പെക്ട്രം, PA റേറ്റിംഗ്, സ്കിൻ ടൈപ്പ്, റീഅപ്ലൈ ഇതെല്ലാം ശ്രദ്ധിച്ചാൽ പിഗ്മെൻറ്റേഷൻ, ടാനിങ്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് എന്നിവ വളരെയധികം നിങ്ങൾക്ക് നിയന്ത്രിക്കാനാകും. ഏറ്റവും പ്രധാനപ്പെട്ട ആൻറ്റി ഏജിങ് ക്രീം എന്ന് പറയപ്പെടുന്നത് സൺസ്ക്രീൻ തന്നെയാണ്. അതിനാൽ സൺസ്ക്രീൻ ഒരു ഓപ്ഷനല്ല, ദിവസവും നിർബന്ധമായിട്ടുള്ള ഒരു ഹാബിറ്റ് ആക്കണം. നിങ്ങളുടെ സ്കിൻ 10 വർഷത്തിന് ശേഷം എങ്ങനെ കാണപ്പെടുമെന്നത് ഇന്ന് നിങ്ങൾ സൺസ്ക്രീൻ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ഫാമിലിയിലുള്ള ആരും സൺസ്ക്രീൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് ഇനി നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ പോയി സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത് ഒഴിവാക്കരുത്. സൺസ്ക്രീനും മോയ്സ്ചറൈസറും നിങ്ങൾ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ ഇത് രണ്ടും കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ് നല്ലൊരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. നമുക്കറിയാം ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ നല്ലതൊന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നിങ്ങൾ പല കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ട് വളരെ നല്ല സൺസ്ക്രീനുകൾ മാത്രം തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഞാൻ നല്ല കുറച്ച് ബ്രാൻഡ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.